നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മിഥുനൻ രാശി മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. 2026 ഏപ്രിൽ മാസത്തിൽ മിഥുനൻ രാശിയുടെ രാശിയാധിപനായ ബുധൻ ഏപ്രിൽ 10 ശേഷം കർമ്മഭാവത്തിൽ നീചനായി പാപഗ്രഹങ്ങളായ രവിയോടും ചൊവ്വയോടും യോഗം ചെയ്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഏപ്രിൽ 10 വരെ ബുധൻ രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പിഴവ് സംഭവിക്കാം. ത്വക്ക്, കണ്ണ് എന്നീ അവയവങ്ങൾക്ക് രോഗം വരാനും സാധ്യത കാണും. 5ാം ഭാവാധിപനായ ശുക്രൻ ഏപ്രിൽ 19 വരെ 11ാം ഭാവത്തിലും ശേഷം ജന്മഭാവമായ 12ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ഈ സമയത്ത് പഠനത്തിൽ പ്രശസ്തമായ വിജയം കരസ്ഥമാക്കാൻ കഴിയും. വിദേശങ്ങളിൽ പഠനത്തിന് പോകാനും കഴിയും. സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. 10ാം ഭാവാധിപനായ വ്യാഴം ജന്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാരവശാൽ വ്യാഴത്തിൻ്റെ ജന്മഭാവത്തിലെ സ്ഥിതി വലിയ അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനം ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന സമയമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസമുണ്ടാകും. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അധിക ചിലവുകളും ട്രാൻസ്ഫറുകളും ഉണ്ടാകാം. 7ാം ഭാവാധിപനും വ്യാഴമാണ്. ബിസിനസ്സുകാർക്ക് ഇത് അനുകൂല ഫലങ്ങൾ നൽകും. വരുമാനം വർദ്ധിക്കും. വിദേശ ബിസിനസ്സുകൾക്ക് പുതിയ പങ്കാളികളെ ലഭിക്കും. അവർ വിശ്വസ്തരായിരിക്കും. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ഉല്ലാസയാത്രകൾക്കും ചിലവുകൾക്കും അവസരമുണ്ടാകും. ദമ്പതികൾക്ക് പരിഭവം മറന്ന് സന്തോഷിക്കാൻ കഴിയും. വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടക്കും. കണ്ടകശനിയുടെ സമയമായതിനാൽ ശനിയാഴ്ച തോറും ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക. നിത്യവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുക.